ജീവിതം ഒന്നേ ഉള്ളൂ. ആ ഒരു ജീവിതം നമ്മൾ അടിച്ചു പൊളിക്കണ്ടേ എന്ന് പറഞ്ഞ് ഉള്ള പൈസയും കളഞ്ഞ് മുടിയനായ പുത്രനെ പോലെ നടക്കണമെന്നല്ല പറഞ്ഞ്. വീട്ടിൽ ചെന്നത് ഇതെടുക്കാം, പുള്ളി അവിടെ ഇരിക്കട്ടെ, ഇതാ പരിപാടി. ഈ പരിപാടിയെ ഞാൻ നിർത്തി. അപ്പൊ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നത് പ്രകൃതി ഭംഗിയെ കുറിച്ച് പറയാനാണ്. ഇപ്പൊ നമ്മളൊരു വഴിക്ക് പോവുകയാണ്. പോകുമ്പോ തന്നെ എത്ര കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഒരു കാറിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ എന്ന് വെച്ചു. എത്ര കാഴ്ചകളുണ്ട്. എല്ലാരും ആ കാഴ്ചയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ പോലും എടുക്കത്തില്ല. എടുത്ത് ഫോണും നോക്കി നല്ല വെയില്, ഞാൻ ഇരിക്കും എന്ന് പറഞ്ഞ് ടിവിയും കണ്ടോണ്ടിരിക്കും. ചിലപ്പോ കാറ് ടി വി ഉള്ളതിനകത്തൊക്കെ അതിനകത്തും കണ്ടോണ്ടിരിക്കും. നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിക്കണം. നമുക്കിപ്പോ മുഹാർ എന്ന് പറയുന്ന ഒരു അവധി, അതിന്നാണ്. അത് കിട്ടി. വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കരുത്. പുറത്തോട്ട് ഇറങ്ങിയാൽ നമുക്ക് മുഹാറിന് മാത്രമെന്നല്ല ഞാൻ പറഞ്ഞത്, പുറത്തോട്ട് ഇറങ്ങിയാൽ നമുക്ക് ചെടി നടാം, പൂ വെക്കാം, പൂമ്പാറ്റകളെ കാണാം, ഓടയ്ക്കകത്തെ വെള്ളം കാണാം, മരങ്ങൾ കാണാം, ആൾക്കാരോട് സഹകരിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ എല്ലാവരും ഈ കാലത്ത് ഫോണും നോക്കി ടി വിയും കണ്ടിരിക്കും. ഇപ്പൊ ഒരു വഴിക്ക് പോകുമ്പോ തന്നെ ഫോണിൽ നോക്കിക്കൊണ്ടേയിരിക്കും. അല്ലാതെ എത്ര ഭംഗിയുണ്ട്, നല്ല കുളം, നല്ല ആറ്, ചിലപ്പോൾ നല്ല ഗോവ സൈഡിൽ കൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളുണ്ട്. തിരുവല്ലയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഗോവ പോലത്തെ സ്ഥലം തന്നെ. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഗോവ പോലെ തോന്നും. പക്ഷെ കണ്ടത്തിൽ വെള്ളം കെട്ടി കിടക്കുമ്പോൾ നമുക്ക് ഗോവ പോലെ തോന്നുന്ന അവിടെ ഒക്കെ എന്നാ ഭംഗിയുള്ളതാണെന്നറിയാവോ. ഇപ്പൊ തന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് വൈകിട്ട് വന്നു. ഇപ്പൊ എന്റെ പ്രായമുള്ളൊരു 3ൽ പഠിക്കുന്ന പിള്ളേരാന്ന് വെച്ചു. അറ്റ്ലീസ്റ്റ് 4 മണിക്ക് വന്നൊരു 5 മണി വരെയും കളിക്കണം. അല്ലാതെ വന്ന ഉടനെ കുളിച്ച് റെഡിയായി ഒരു ചായയും പെട്ടെന്ന് തട്ടിക്കൂട്ടി കുടിച്ച് അങ്ങോട്ട് പോയിരുന്ന് ബുക്കും തുറന്നു വെച്ച് പഠിക്കുക. ഒരു അവധി കിട്ടിയാൽ രാവിലെ എണ്ണീറ്റ് അമ്മ ഞാൻ കുറച്ചു നേരം കളിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ ചിലപ്പോ അമ്മമാര് പറയും അവിടെ ഈ പഠിക്ക്, മൊത്തം പഠിച്ചിട്ട് പോയാ മതി, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയാണെ അവര് കുത്തിയിരുത്തി പിന്നെയും പഠിപ്പിച്ച് നമുക്കൊരു 5 മിനിറ്റ് പോലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് പഠിച്ച നമുക്ക് പ്രകൃതിയും കാണാൻ പറ്റത്തില്ല, ആൾക്കാരോട് സഹകരിക്കാനും പറ്റത്തില്ല, ആരെങ്കിലും വന്നോന്നും അറിയത്തില്ല, പുറം ലോകമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. അതാണ് അതിന്റെ സത്യം. അപ്പോൾ പ്രകൃതിയിലോട്ടൊന്ന് ഇറങ്ങണം. ഇറങ്ങുമ്പോഴാണ് നമുക്ക് പ്രകൃതിയെ കുറിച്ച് അറിയാൻ പറ്റുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ജീവിതം ഒന്നേ ഉള്ളൂ. ആ ഒരു ജീവിതം നമ്മൾ അടിച്ചു പൊളിക്കണ്ടേ എന്ന് പറഞ്ഞ് ഉള്ള പൈസയും കളഞ്ഞ് മുടിയനായ പുത്രനെ പോലെ നടക്കണമെന്നല്ല പറഞ്ഞ്. നമ്മള് പൈസയൊക്കെ സേവ് ചെയ്യണം, പക്ഷെ എന്ന് പറഞ്ഞാൽ അത് അടിച്ചു തീർക്കണമെന്നല്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. ഇപ്പൊ നമ്മള് പുറത്തോട്ടൊന്ന് ഇറങ്ങുകയും ചെയ്യണം. ഒരു ദിവസം വീട്ടിനകത്ത് തന്നെ നല്ല സിനിമ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ല പുറം ലോകമായിട്ട് ഇറങ്ങി ഇങ്ങനെ ഒന്ന് കാണുക. സിനിമ കാണല്ലെന്നല്ല പറഞ്ഞു. ഇപ്പൊ തന്നെ വീടിന്റെ അടുത്ത്, എന്റെ വീടിന്റെ അപ്പുറത്ത് തൊട്ട് സൈഡിൽ, ഇവിടെ കുറെ പേർക്ക് അറിയാം, ലാസർ എന്ന പുള്ളിയുടെ പേര്. പുള്ളിക്കാണ് ആദ്യമൊക്കെ ലാസർ എന്ന പേര്. പക്ഷെ ജനിച്ചപ്പോ ഞാൻ ജനിച്ചപ്പോ പുള്ളിയെ കാണാൻ തുടങ്ങിയപ്പോ തന്നെ വീട്ടിൽ കുറെ ഓമയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ഓമയ്ക്കുള്ള വീട്ടിലെ അപ്പച്ചാന്ന് വിളിച്ച ഓക്കപ്പച്ചാന്നായിപ്പോയി. അവിടുത്തെ അമ്മച്ചി എന്നായിപ്പോയി. അപ്പച്ചനാണ് വീൽ ചെയർ പോലത്തെ ഒരു സാധനത്തില നടക്കുന്നത്. അങ്ങനെ ആകുമ്പോ നമ്മളൊക്കെ ഒന്ന് പോയി സഹായിക്കണം. ആ അപ്പച്ചൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് കരയുന്ന കണ്ടിട്ടുണ്ട്. അന്നേരം നമ്മൾ പോയിരുന്ന് കൂടെ ഇരുന്ന് അവരുടെ കരച്ചിലും നിൽക്കും, സങ്കടവും നിൽക്കും, എല്ലാം നിൽക്കും. ഇത് അപ്പച്ചാ ഞാൻ പോവാനേ, ഞാൻ പിന്നെ വരാവേ, പോവാ, ടാറ്റ. വീട്ടിൽ ചെന്നത് ഇതെടുക്കാം, പുള്ളി അവിടെ ഇരിക്കട്ടെ, ഇതാ പരിപാടി. അപ്പൊ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കാതെ എവിടെയെങ്കിലും ചെന്ന് അവരുടെ അടുത്തൊക്കെ ഒന്ന് ചെന്നിരുന്ന് അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി അവരെ ആശ്വസിപ്പിച്ച്, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അല്ലേ തന്നെ പ്രായമുള്ളവര്
നമ്മളുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെ കാണുമല്ലോ. അവരുടെ അടുത്ത് പോയി ഒരു ഇച്ചിരി നേരം ഇരുന്നിട്ട് നമ്മൾ പഴയ കാര്യങ്ങൾ ചോദിക്കുകയും അവരെക്കുറിച്ച് അറിയുകയും അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് അറിയുകയും അവർ നമ്മുടെ പ്രായത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് കുറേ വ്ളോഗേഴ്സ് കുറേ സ്ഥലത്ത് ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോയിരുന്ന് ഭയങ്കര വലിയ വീഡിയോ ഒക്കെ ഇടുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും ഊട്ടി, ഗോവ, കൊടൈക്കനാൽ അതൊക്കെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഭംഗിയുള്ള സ്ഥലമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കാണും അതിനെക്കാട്ടി ഇച്ചിരി കൂടെ ഭംഗിയുള്ള സ്ഥലം. അപ്പം നിങ്ങൾ പ്രകൃതിയെക്കുറിച്ച് അറിയുകയും പ്രകൃതി ആസ്വദിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഞാൻ കുറച്ച് മോട്ടിവേഷണൽ സ്പീക്ക് ഒന്ന് തുടങ്ങി, അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിരിച്ചിട്ട് പഠിച്ച് തരാൻ വേണ്ടി വന്നതാ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ നിങ്ങൾ പറ ഇത് നല്ലതായിരുന്നു. അല്ലേ ഇഷ്ടപ്പെടാത്തവരാണ് കൂടുതലേൽ ഞാൻ ഈ വ്ളോഗിങ്ങിൻ്റെ പരിപാടി നിർത്തും. അല്ലാത്ത വീഡിയോ ആണ്. ഞാൻ വേറെയും കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് നിങ്ങൾ പറ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണോ, അതോ ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണേൽ ഇതാണ് ഞാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഇത് തന്നെ ഞാൻ തുടരും. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാത്തതാണ് ഈ പരിപാടിയെ ഞാൻ നിർത്തി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.